പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകി കെ.സി. വേണുഗോപാൽ എം പി. വനിതാ സംവരണ ബില്ലിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് സ്പീക്കർക്ക് നോട്ടീസ് നൽകിയത്. പ്രസംഗത്തിൽ കോൺഗ്രസിനെ വിമർശിച്ചത് 59 തവണയെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. PR അരവിന്ദുണ്ട് ഡൽഹിയിൽ നിന്നും. അരവിന്ദ്, വിശദാംശങ്ങൾ. ദിൽന, പ്രധാനമന്ത്രിക്കെതിരെ ഇപ്പോൾ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. നമുക്കറിയാം, വനിതാ സംവരണ ഭേദഗതി ബില്ല് പാസ്സാക്കാത്തതിന് പിന്നാലെ രാജ്യത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തിരുന്നു. ഇതിൽ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ അതിശക്തമായ വിമർശനമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കോൺഗ്രസിന്റെ പേര് മാത്രം ഏകദേശം 56 തവണയാണ് ഈ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. കൃത്യമായി പ്രധാനമന്ത്രി നടത്തിയത് പാർലമെന്ററി ചട്ടങ്ങളുടെ ലംഘനമെന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ സ്പീക്കർക്ക് ഈ അവകാശ ലംഘന നോട്ടീസ് നൽകിയതായി കാട്ടി കെ.സി. വേണുഗോപാൽ കത്തയച്ചിരിക്കുകയാണ്. കൃത്യമായി വിഷയം പരിശോധിക്കണം, പ്രധാനമന്ത്രിക്കെതിരെ നടപടിയെടുക്കണമെന്നും അതോടൊപ്പം തന്നെ ഇത് കൃത്യമായി പരിശോധിച്ച് നടപടിയെടുക്കാൻ പ്രിവിലേജ് കമ്മിറ്റിക്ക് വിടണമെന്നതാണ് കെ.സി. വേണുഗോപാൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം പാർലമെന്റിനുള്ളിൽ നടക്കുന്ന ഒരു കാര്യം അത് എംപിമാരുടെ അടക്കം അവകാശമാണ്. അവരെ അപമാനിക്കുന്ന തരത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഉണ്ടായതായി ഇപ്പോൾ കെ.സി. വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം ഈ വിഷയം മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമെന്ന് കാട്ടി പ്രതിപക്ഷ പാർട്ടികൾ സമീപിച്ചിരുന്നു. കോൺഗ്രസും CPM അടക്കമുള്ള പാർട്ടികൾ പരാതി നൽകിയിരുന്നു. പക്ഷേ അതിലൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അവകാശ ലംഘന നോട്ടീസ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറെടുക്കുന്നത്. കാരണം പാർലമെന്റിനുള്ളിൽ തങ്ങളുടെ അവകാശം മാത്രമാണ് പ്രതിപക്ഷ പാർട്ടി എംപിമാർ നിർവഹിച്ചത്. അതിനെ പുറത്തൊരു വേദിയിലെത്തി അല്ലെങ്കിൽ സർക്കാരിന്റെ ഉപകരണങ്ങളോ അതുപോലെ തന്നെ സർക്കാർ മാർഗങ്ങളോ ഉപയോഗിച്ച് അധിക്ഷേപിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം തീരുമാനമെടുക്കേണ്ടത് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. മുൻപ് നൽകിയ സമാനമായ നടപടികൾ അല്ലെങ്കിൽ നോട്ടീസിലൊന്നും പ്രതിപക്ഷത്തിന് അനുകൂലമായ നടപടി സ്പീക്കറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇത് കാത്തിരുന്ന് കാണാം. എന്തായാലും വിമർശനം ശക്തമാക്കി, പ്രതിഷേധം ശക്തമാക്കി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. ദിൽനാമൽ. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇതിലൊരു നടപടി വേണം, പെരുമാറ്റച്ചട്ട ലംഘനമുണ്ട് എന്ന പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചപ്പോൾ അനങ്ങാപ്പാറ നയമാണ് അവർ സ്വീകരിച്ചത്. ലോക്സഭാ സ്പീക്കർ ഇതിൽ എന്ത് സ്വീകരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കാണേണ്ടതുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണ വിഷയമായി പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.